ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ax പ്ലസ് എക്സ് കോസ് എക്സ് ഡിവൈഡ് ബൈ ബി സൈൻ എക്സ്. നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ax പ്ലസ് എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ബി സൈൻ എക്സ്. എങ്ങനെ ചെയ്യാൻ പറ്റും? എക്സിന് ഡയറക്റ്റ് ആയിട്ട് 0 കൊടുത്താൽ കിട്ടില്ല. കാരണം ഇവിടെ സൈൻ 0 വരും. സൈൻ 0 0 അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സിന് ഡയറക്റ്റ് ആയിട്ട് 0 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. സൈൻ എൻ എക്സ് ബൈ എക്സ് എൻ ആണെന്ന് പറഞ്ഞൊരു റിസൾട്ട് ഉണ്ട്. അതായത് സൈൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡിവൈഡ് ബൈ എക്സ് ഉണ്ടാവണം. ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ എവിടെയെങ്കിലും ഒരു സൈൻ ഉണ്ടോ അവിടെ ഒരു ഡിവൈഡഡ് ബൈ എക്സ് വേണം. ഡയറക്റ്റായിട്ട് വാല്യൂ ഇട്ട് കൊടുത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സൈൻ ഉണ്ടെങ്കിൽ അതിനൊരു ഡിവൈഡഡ് ബൈ എക്സ് നിർബന്ധമാണ്. ഇവിടെ ഒരു സൈൻ എക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഡിവൈഡ് ബൈ എക്സിൻ്റെ ആവശ്യമുണ്ട്. ഡിവൈഡ് ബൈ എക്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് വരാൻ വേണ്ടി മുകളിലും താഴെയും ഞാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ മാറിയില്ലല്ലോ? ഇല്ല. അപ്പോൾ മുകളിലും താഴെ ഞാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0. ഇപ്പോൾ ന്യൂമറേറ്ററിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ടേമിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. പ്ലസ് അല്ലേ? അപ്പോൾ എ എക്സ് ബൈ എക്സ് എന്താ? എ എക്സ് ബൈ എക്സ് എ ആണ്. പ്ലസ് പിന്നെ എക്സ് കോസ് എക്സ് ബൈ എക്സ്. എക്സ് കോസ് എക്സ് ബൈ എക്സ് ചെയ്യുമ്പോൾ എക്സ് വെട്ടിപ്പോവും. എക്സ് കോസ് എക്സ് ബൈ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് എക്സ് കിട്ടും. താഴെ ബി ഇൻറ്റു ബി ഒരു കോൺസ്റ്റൻറ്റ് സൈൻ എക്സ് ബൈ എക്സ് വരും. ബി ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ്. സൈൻ എക്സ് ബൈ എക്സ്. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താലോ? ഓരോ ടേംസിലും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സിൻ്റെ വാല്യൂ 0 അപ്രോച്ച് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ എ തന്നെയാണ്. എക്സ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എ മാറുന്നില്ല. അപ്പോൾ എക്സ്റ്റെൻഡിങ് ടു 0 എ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ തന്നെ. ഇനി ഇവിടെ കോസ് എക്സ് ഉണ്ട്. എക്സിൻ്റെ വാല്യൂ 0 അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോസ് എക്സിൻ്റെ വാല്യൂ എന്താവും? എക്സിന് നേരിട്ട് 0 കൊടുത്തോ അല്ലേ? കോസ് 0 വരും അല്ലേ? എക്സിന് 0 കൊടുത്താൽ കോസ് 0. കോസ് 0 1 ആണ്. അറിയാലോ? എക്സ് ടെൻഡിങ് ടു 0 ആണെങ്കിൽ ബി എന്താ? ബി തന്നെയായിട്ടിരിക്കും, കോൺസ്റ്റൻ്റാ. എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഒരു സിംഗിൾ ടേം ആയിട്ട് കരുതാം. നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലോ, റിസൾട്ടായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. നമ്മളത് പഠിച്ചു. രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. സൈൻ എൻ എക്സ് ബൈ എക്സ് വന്നാൽ എന്നും സൈൻ എക്സ് ബൈ എക്സ് വന്നു കഴിഞ്ഞാൽ 1ഉം. അത് 1 ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി തന്നെയാണ്. സോ എ പ്ലസ് 1 ബൈ ബി ഇതാണ് ആൻസർ.